അതിരപ്പിള്ളിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സതീഷിന്റെയും അംബികയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ വാരിയലിൽ തകർന്ന രക്തം വാർന്നതാണ് സതീഷിന്റെ മരണത്തിന് കാരണമായത്. അംബികയുടേത് മുങ്ങിമരണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം സഹായധനം നൽകും. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരെയാണ് ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച സതീഷും അംബികയും. കൊല്ലപ്പെട്ട സതീഷിൻ്റെയും അംബികയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആനയുടെ ചവിട്ടേറ്റ് സതീഷിൻ്റെ വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. ശ്വാസകോശത്തിലും കരളിലും വാരിയെല്ലുകൾ തുളച്ചു കയറി രക്തം വാർന്നാണ് മരണമെന്നാണ് റിപ്പോർട്ട്. അംബികയുടേത് മുങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാട്ടാനയെ കണ്ടു ഭയന്ന് ഓടുന്നതിനിടെ പുഴയിൽ വീണാണ് അംബിക മരിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടിപ്പാർക്കുകയായിരുന്നു ഇവർ അടങ്ങുന്ന കുടുംബം. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള വഞ്ചിക്കടവിൽ വെച്ച് കാട്ടാന ഇവർക്ക് നേരെ ഓടിയെടുത്തു. അതോടെ എല്ലാവരും ഓടിയിരുന്നു. എന്നാൽ സതീഷും അംബികയും കൂട്ടം തെറ്റി പോവുകയായിരുന്നു. സതീഷിനെയും അംബികയും കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. സതീഷിൻ്റെ മൃതദേഹം കാടിനുള്ളിൽ നിന്നും അംബികയുടേത് പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സെബാസ്റ്റ്യനും ചൊവ്വാഴ്ച കൊല്ലപ്പെട്ട സതീഷിനും അംബികയ്ക്കും സർക്കാർ 10 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുടെ മരണങ്ങൾ ഡിവൈഎസ്പി തലത്തിൽ അന്വേഷിക്കാൻ തൃശൂർ റൂറൽ SP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.